കാമുകിക്ക് വേണ്ടി സ്വന്തം ചോരയിൽ പിറന്ന പെൺമക്കളെ കഴുത്തറുത്ത് കൊന്നിരിക്കുകയാണ് ഒരച്ഛൻ. അതും 3 പെൺമക്കളെ. ഭാര്യയും മകനും ഭയം നോടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്ത പ്രതിയുടെ മാനസികാവസ്ഥയടക്കം പരിശോധിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ജാർഖണ്ഡിലെ ഗിരിധിഹ് എന്ന ജില്ലയിലാണ് ഈ ക്രൂര കൊലപാതകം നടന്നിരിക്കുന്നത്. ജില്ലയിലെ മുഫാസിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന മോഹൻപൂർ പഞ്ചായത്തിലാണ് ഇയാളും 3 പെൺമക്കളും ഒരു മകനും ഭാര്യയും താമസിച്ചിരുന്നത്. നന്ദകിഷോർ യാദവ് എന്ന ഈ ക്രൂര കൊലപാതകി ജോലി ചെയ്തിരുന്നത് സമീപത്ത് തന്നെയുള്ള ഒരു ഫാക്ടറിയിൽ ഡ്രൈവറായിട്ടായിരുന്നു. നന്ദകിഷോറിന് മറ്റൊരു ഗ്രാമത്തിലെ യുവതിയുമായുള്ള സൗഹൃദം ഇവരുടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നന്ദകിഷോറിന്റെ ഭാര്യയ്ക്ക് ഇതിനെപ്പറ്റി വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം പറഞ്ഞ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നതും പതിവായിരുന്നു. സംഭവ ദിവസവും രാത്രി പതിവ് പോലെ തന്നെ ഇതേ വിഷയത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കത്തിലായി. ഒടുക്കം നന്ദകിഷോർ ആ കുടുംബത്തെ ഒന്നാകെ കൊന്നുകളയാൻ തീരുമാനിച്ചു. പിന്നാലെയാണ് ഇയാൾ 3 പെൺമക്കളെയും യാതൊരു ദാക്ഷിണ്യവും കൂടാതെ കഴുത്തറുത്തു കൊന്നത്. ഇതെല്ലാം കണ്ടുനിന്ന ഭാര്യ മകനെയും കൂട്ടി വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 3 बच्चियों की हत्या हुई है. उसमें एक की 17 साल उम्र है, दो की 6 साल की है. वो रूम के अंदर में बंद करके अभी तक, क्योंकि उनके पिताजी को हम लोग डिटेन किए हुए हैं, उनसे पूछताछ की जा रही है. थोड़ा मानसिक रूप से वो थोड़ा कमजोर भी हैं, उनसे पूछताछ की जा रही है. उनके द्वारा भी ये एक्सेप्ट किया जा रहा है. लेकिन अन्य बिंदुओं पर भी, बाकी बिंदुओं पर भी हम लोग जांच कर रहे हैं. फोरेंसिक की टीम के द्वारा ब्लड सैंपल और बाकी चीजों का भी हम लोग जांच कर रहे हैं. പ്രതിയെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് പിടികൂടുകയായിരുന്നു. മരിച്ച പെൺകുട്ടികളാകട്ടെ 12 വയസ്സുള്ള പല്ലവി കുമാരി, റിധി കുമാരി, സിദ്ധി കുമാരി എന്നിവരാണ്. ഗ്രാമത്തിൽ ഈ വാർത്ത പരന്നതോടുകൂടി വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഗ്രാമവാസികൾക്കിടയിൽ നിന്നും നന്ദകിഷോറിനെതിരെ ഉയർന്നു വരുന്നത്. പോലീസ് മൃതദേഹങ്ങൾ കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി സദർ ആശുപത്രിയിലേക്ക് അയച്ചിരിക്കുകയാണ്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലും ആരംഭിച്ചു. കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇതുതന്നെ ആയിരിക്കുമോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുടുംബ തർക്കം, പ്രതിയുടെ മാനസികാവസ്ഥ എന്നിവയുൾപ്പെടെ എല്ലാ വശങ്ങളും പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ചോദ്യം ചെയ്യലിനും ശേഷമേ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തുവരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.